നിരൂപിച്ചു നോക്കണം. മീമും വഹമീമും വദാലുൻ മാല അൻ കുല്ലിൽ മഖാം മഖാമ ഔ അദ്നഫി ഫശൂരി ലിൽ കമാലി മാൽ. അതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീമും വഹമീമും വദാൽ മാല അൻ കുല്ലിൽ മഖാം, എല്ലാ പദവികളിൽ നിന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റിയിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു. എവിടേക്ക്? മഖാമ ഔ അദ്ന, ഔ അദ്ന എന്ന സ്റ്റേജിലേക്ക്, ഔ അദ്ന എന്ന സ്റ്റേജിലേക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി നിൽക്കുന്ന സ്റ്റേജ് എവിടെയാണ്? മഖാമ ഔ അദ്ന, ഔ അദ്ന എന്ന സ്റ്റേജ്. ഇതാരെങ്കിലും പറയുന്നതല്ല, ഏതെങ്കിലും ഒരു കവിയുടെ വാക്യം മാത്രമല്ല, പടച്ച തമ്പുരാനായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ ഖദീമായ കലാമിന്റെ വാചകമാണ്. മാ കദബൽ ഫുആദു മാ റആ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാ കദബൽ ഫുആദു മാ റആ. എന്റെ കണ്ണുകൊണ്ട് കാണുന്ന നേരത്ത് കണ്ണിന്റെ കാഴ്ചയെ മസ്തിഷ്കം കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് മറഞ്ഞു പോയിട്ടില്ല. കണ്ണുകൊണ്ട് കാണുമ്പോ ബോധത്തോടുകൂടെ തന്നെ ആ കാഴ്ച ഉൾക്കൊള്ളുകയാണ് റസൂലുള്ളാഹി. ഇത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് എവിടെയാണ്? ഫക്കാന ഖാബ ഖൗസൈനി ഔ അദ്നാ. ഫക്കാന, തങ്ങൾ അന്നേത്തെ രാവിലായി, എന്നേത്തെ രാവിൽ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു പടച്ച ലോകങ്ങളെ മുഴുക്കെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയ സുപ്രധാന രാവിലെയോ മിഅ്റാജിന്റെ രാവ്. ആ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂലായി ഖാബ ഖൗസൈൻ, അല്ലാഹുവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബീബും അല്ലാഹു തആലയുടെ തിരുമുൽക്കാഴ്ച നടക്കുന്ന നേരത്ത്, തിരുദർശനം നടക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ രാജവിധാനത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എത്തി നിൽക്കുന്ന സ്റ്റേജിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഫകാന ഖാബ ഖൗസൈൻ. ഒരു വില്ലിന്റെ രണ്ടഗ്രവും എത്ര അടുത്ത് നിൽക്കുമോ അത്ര അടുത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുസന്നിധാനത്തിൽ എന്റെ ഹബീബായ അഷ്റഫുൽ റസൂലുള്ളാഹി തങ്ങൾ നിന്നത്. ഇതെന്ന് പറഞ്ഞാൽ പോരെ, അല്ലാഹുവിന്റെ തിരുസന്നിധാനത്തിൽ അമ്പിന്റെ വില്ലിന്റെ രണ്ടഗ്രങ്ങൾ തമ്മിൽ നിൽക്കുമ്പോ നാരിന്റെ രണ്ടഗ്രങ്ങൾ തമ്മിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കാണുന്ന അകലം അല്ലാഹുവിന്റെ റസൂല് പാലിച്ചുവെന്നാണോ ഈ വാക്യത്തിന്റെ അർത്ഥം? അല്ല, അങ്ങനെ പറയാൻ വയ്യ. പിന്നെന്താ? വകാന ഖാബ ഖൗസൈൻ. ആകെ ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ മൊത്തം വിലയിരുത്തിയാൽ 2 പോയിന്റ് കാണാം. ഒരു പോയിന്റ് വഹദത്തിന്റെ പോയിന്റ്, മറ്റൊരു പോയിന്റ് വഹദത്തിന്റെ ഇപ്പുറത്തുള്ള കസറത്തിന്റെ പോയിന്റ്. ബഹുത്വത്തിന്റെ പോയിന്റ് എന്നും ഏകത്വത്തിന്റെ പോയിന്റ് എന്നും നമുക്ക് ഈ പോയിന്റുകളെ കുറിക്കാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ വിധാനത്തിലെത്തുന്ന സൃഷ്ടി എന്ന ഈ വിധാനത്തിന്റെ അപ്പുറത്തെത്തുന്ന സ്രഷ്ടാവ് എന്ന രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ പദവിയിലെത്തുമ്പോ ആ വിധാനത്തിനെയാണ് നമ്മൾ ശബ്ദിക്കുന്നത് ഏകത്വത്തിന്റെ പോയിന്റ്. ഈ പോയിന്റ് നമുക്ക് മനസ്സിലാകില്ല. നമ്മൾ മനസ്സിന്റെ അകത്ത് നിരൂപിച്ച് വിശ്വസിക്കാനേ കഴിയൂ. അല്ലാഹു അവന്റെ ഗുണത്തിൽ ഏകനാൻ, അവന്റെ നാട്ടിൽ ഏകനാൻ, അവന്റെ പ്രവൃത്തിയിൽ ഏകനാൻ. നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക. ഈ ഏകത്വത്തിൽ നിന്ന് ഇങ്ങോട്ട് വിട്ട ബഹുത്വം കസ്രത്തിന്റെ മഹല്ല. ഈ കസ്രത്തിന്റെയും അതായത് ബഹുത്വമെന്ന പടപ്പുകളുടെയും ഏകത്വമെന്ന അല്ലാഹു തആലയുടെ സ്ഥാനത്തിന്റെയും 2 സ്ഥാനത്തിന്റെയും കൂട്ടിച്ചേർക്കുന്ന വിളക്കി ചേർക്കുന്ന കണ്ണിയായി തിരുമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി. സൃഷ്ടിയുടെ വിധാനം അല്ലാഹുവിന്റെ റസൂൽ തൽക്കാലം വിട്ടുകടന്നു. സൃഷ്ടാവിന്റെ വിധാനത്തിലേക്ക് റസൂലുള്ളാഹി എത്തിയതുമില്ല. സൃഷ്ടിയുടെ വിധാനത്തിൽ നിന്ന് കടന്നിട്ട് സൃഷ്ടാവിന്റെ വിധാനത്തിന്റെയും കണ്ണിൽ പരസ്പരം കൂട്ടിച്ചേർക്കുന്ന വിലക്കി ചേർക്കുന്ന ബന്ധപ്പെടുത്തുന്ന കണ്ണിയായി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അങ്ങനെ തന്നെയല്ലേ
അല്ലാഹുവിന്റെ സകല പടപ്പുകളിലേക്കും അയക്കപ്പെട്ട നബിയല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വഉർസിൽതു ഇലൽ ഖൽഖി കാഫ ഔ കമാ ഖാല റസൂലുള്ളാഹി. മുസ്ലിമിലെ ഹദീസാണ്, സ്വഹീഹ് മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. വഉർസിൽതു ഇലൽ ഖൽഖി കാഫ, സകല പടപ്പുകളിലേക്കും അയക്കപ്പെട്ട ദൂതരാണ് ഞാൻ. ഏതാണ് പടപ്പ്? അർശെന്ന മഹാഗോളം അല്ലാഹുവിന്റെ പടപ്പല്ലേ? തീർച്ചയായും പടപ്പാൻ. കുർസി എന്ന അതിനെ പേറുന്ന ഇടം തീർച്ചയായും അല്ലാഹുവിന്റെ പടപ്പല്ലേ? പടപ്പാൻ. കീഴ്പോട്ടുള്ള വിധാനങ്ങൾ ലോകങ്ങൾ മുഴുക്ക അല്ലാഹുവിന്റെ പടപ്പല്ലേ? പടപ്പാൻ. ഈ പടപ്പുകളിലൊക്കെ റസൂലാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരിലേക്ക് മാത്രമല്ല, ജിന്നിലേക്ക് മാത്രമല്ല, മനുഷ്യരിലേക്കും ജിന്നിലേക്കും ഏതെങ്കിലും ഒരൊറ്റ വ്യക്തിയിലേക്ക് റസൂലല്ലെന്ന് പറഞ്ഞാൽ അന്നവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താണ്. മലക്കുകളിലേക്ക് റസൂലല്ലെന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോവുകയില്ലെങ്കിലും അല്ലാഹുവിന്റെ പ്രഖ്യാപനത്തിന് വിരുദ്ധമായ വൈകത്വമാണത്. മറ്റു നിർജീവ വസ്തുക്കളിലേക്ക് റസൂലല്ലെന്ന് പറഞ്ഞാൽ അത് പൊട്ടത്തരവുമാണ്. ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകൂലെങ്കിലും സത്യം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പടപ്പുകളിലേക്കും റസൂലാൻ. പിന്നെ എവിടെയുള്ളത്? ഖാലിഖായ പടച്ചവനും ഖൽഖെന്ന മുർസലി ഇലൈഹിമായ അല്ലാഹു തആലയുടെ പടപ്പുകൾ മാറ്റിവെച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന് എന്താ ദൗത്യം? റസൂലുള്ളാഹിന്റെ സ്റ്റേജിൽ എന്താ പേര്? ഖൽഖിലല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? പടപ്പിലല്ലേ അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുന്നത്? പടച്ചവന്റെ വിധാനത്തിൽ അല്ലാഹു മാത്രമല്ലേ ഉള്ളൂ. അല്ലാഹു കഴിഞ്ഞുള്ള ബാക്കി എല്ലാ പടപ്പുകളും പടപ്പാണെങ്കിലും ആ പടപ്പുകളിലേക്ക് മുഴുക്ക റസൂലായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹ്ദത്തിന്റെയും കസ്റത്തിന്റെയും ഏകത്വത്തിന്റെ അല്ലാഹു തആലാന്റെ പടച്ചവന്റെ സത്താവിന്റെ വിധാനത്തിന്റെയും ബഹുത്വത്തിന്റെ സൃഷ്ടികളുടെ വിധാനത്തിന്റെയും ഇടയിൽ വിളക്കി ചേർക്കുന്ന കണ്ണിയായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറി എന്ന് പറയുന്ന ഖുർആൻ പറയുന്ന വാക്യം തന്നെ എത്ര വലുതാണ്. ഇടം കൊണ്ട് അടുത്ത് നിൽക്കല്ലോ, അല്ല എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നിൽക്കാൻ പറ്റുന്ന തടിയല്ലല്ലോ. പിന്നെ അല്ലാഹുവിന്റെ റസൂലുമായിട്ട് ഒരു വില്ലിന്റെ രണ്ട് അഗ്രങ്ങൾ അടുത്ത മാതിരിയായി എന്ന് പറയാൻ അടുപ്പം കൊണ്ടും അകൽച്ച കൊണ്ടും ഇത് സാധിക്കില്ല. ഈ രണ്ട് അഗ്രം കണക്കുകൂട്ടുന്നത് ഒന്ന് പടച്ചവന്റെ ആ വിധാനവും ഒന്ന് പടപ്പുകളുടെ വിധാനവും.